സത്യം പറഞ്ഞാൽ ഈ എടപ്പാളിനും ചങ്ങരംകുളത്തിനും ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പ് ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. 8 കിലോമീറ്റർ ചുറ്റളവിൽ പെട്രോൾ പമ്പ് ഇല്ല. എടപ്പാൾ കഴിഞ്ഞാൽ പിന്നെ ചങ്ങരംകുളത്തേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വന്നു. എനിക്ക് പോകേണ്ടത് ആൽത്തറ ഭാഗത്തേക്കാണ്. ആൽത്തറ ഭാഗത്തേക്ക് പോകേണ്ടവർ ഇതുവഴി വരേണ്ട കാര്യമില്ല. മൂക്കോലയ്ക്കൊക്കെ വേരമംഗലം ആ ഭാഗത്തേക്ക് പോകേണ്ടവരും ഇതുവഴി വരേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ മാന്തടത്ത കാളാച്ചാലിൽ ഒരു പെട്രോൾ പമ്പ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വഴികൾ പുന്നയൂർക്കുളത്തേക്ക് പോണ വഴികൾ തന്നെയാണ്. നിങ്ങളെ നേരത്തെ ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണിക്കുകയാണ്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഇങ്ങനെ നല്ല കുളിർമയായി പാടത്തുകൂടെയൊക്കെ ഇങ്ങനെ യാത്ര നല്ലൊരു അനുഭൂതിയാണ് നമുക്ക്. എപ്പോഴും ഈ പാടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും നൊസ്റ്റാൾജിയ അടിക്കാറുണ്ട്. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ യാത്രയും കൂടിയാണിത്. संचल कूच पड़ा बन शूर वीर वो टूट पड़ा माटी देवा नारी सुन पावड़ रानारी हस्तकर की का शान मेरी नहीं जावड़ दूंगा आन तेरी तुझको ये जबान मेरी तुझसे मारूंगा जान मेरी भली तुझ पे तारारी माटी ഇതാണ് ഞങ്ങളുടെ എല്ലാമായി ഈശാനി മോള്. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ഇവളെ സ്കൂള് പൂട്ടിന് മുമ്പേ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പിടങ്ങി നടക്കുകയാണ്. പക്ഷേ സ്കൂൾ പൂട്ടിന് മുമ്പേ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കും. സൂപ്പറായിട്ടുണ്ടോ? ആ, ഓക്കെ. അപ്പം ഞാൻ വീണ്ടും പോവാണ്. എടപ്പാൾ പെർമിറ്റ് 7 മണിക്ക് മുമ്പ് നൈറ്റ് പെർമിറ്റ് എടുക്കണം. അപ്പം നൈറ്റ് പെർമിറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എടപ്പാളിൽ നിന്ന് കാണാം. ഓക്കെ.